നമ്മുടെ ഇന്നത്തെ വെച്ചാൽ മുള്ളാത്തയാണത്. മുള്ളാത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുള്ളാത്ത ഇതാണ് നമ്മുടെ മുള്ളാത്ത. കുറച്ചെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ പഴുത്ത് അഴുകി പോവാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ മൂവാണ്ടമ്മാവാണ്. 3 മാങ്ങ കഴിച്ചിട്ടുണ്ട്. ഈ പക്ഷികൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, കൊത്തിക്കൊണ്ട് പോവാണ് ഇത്. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് പ്ലാവാണ്. പ്ലാവെന്ന് വെച്ചാൽ മറ്റേ ഒരു ഇടിച്ചക്കയില്ലേ, അതുപോലത്തെ അത്ര ഒരു മുഴുപ്പ് വരുന്നൊരു പ്ലാവാണ്. ഇടിച്ചക്കയുടെ ചക്ക ഉണ്ടാകുന്ന പോലത്തെ ഒരു പ്ലാവാണ്. വലിയ മുഴുപ്പില്ല, എന്നാലും ഒരു അത്യാവശ്യം മുഴുപ്പുണ്ട്. ഇതിൻ്റെ ചക്ക നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് പേരയാണ്. ഇത് ഇത്തിരി വലിയ പേരയാണ്. നമുക്ക് ചെറിയ പേര അവിടെ ഉണ്ട്. ഇത് ചെറിയ പേര, ഇത്തിരി വലിയ പേരയാണ്, ഇത്തിരി വലിയ പേര. പിന്നെയെന്ന് പറയുന്നത് നാരകമാണ്. നാരകത്തിൻ്റെ അകത്ത് ഇതുവരെ നാരങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കാട് പോലെ വളർന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് മുല്ലപ്പൂവാണ്. ഇത് പൂവാണ്. ഇതാണ് മുല്ലപ്പൂവാണ്. എന്താണ് മുല്ലപ്പൂ? മണമില്ലെന്നേ ഉള്ളൂ, മണമില്ലാത്ത മുല്ലപ്പൂവാണ്. പിന്നെ ഇത് മാവാണ്, ഒരുതരം മാവാണിത്. ഇത് വലിയതാണ് മാവാണ് അത്യാവശ്യം. ഇതിൻ്റെ മാങ്ങ ഉണ്ടായിരുന്നു, അത് ഇത്തിരി അഴുകിപ്പോയി, അതാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ട പോലെ തന്നെ മറ്റേ ജബോട്ടിക്കാവയാണ് മരമുന്തിരി മലയാളത്തിൽ. ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ വേരുകളിൽ കൂടെ ഒക്കെ മറ്റേ ഈ മുന്തിരിങ്ങ വരും. ഇങ്ങനെ മുന്തിരിങ്ങ പോലത്തെ സാധനം, മുന്തിരിങ്ങയല്ല, മുന്തിരിങ്ങ മോഡൽ സാധനം ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വരും. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വരും. ഈ ഭാഗത്ത് നിറച്ചും കുറച്ചുകൂടെ വലിയതാക്കണം, അതാണ്. പിന്നെ നമ്മുടെ പേര ഞാൻ മുമ്പേ കാണിച്ചാണ്. ഇതിൻ്റെ അകത്തും പേരയ്ക്ക കഴിച്ചിട്ടുണ്ട്, പേരയ്ക്ക. പിന്നെ അബിയു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇത് കണ്ടിട്ടുണ്ടാവും അറിയത്തില്ല, പക്ഷേ അബിയാണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇത്തിരി പറയാൻ നമുക്ക് ഇല്ല. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പേരയ്ക്ക പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. ബാക്കി പ്രത്യേകത നമുക്കറിയത്തില്ല. പിന്നെ ഇത് നമ്മുടെ പനിനീർ ചാമ്പയാണ്. പനിനീർ ചാമ്പയാണ്. ഇത് വലുതായിട്ടുണ്ട് കുറച്ച്. ഈ പനിനീർ ചാമ്പ ഭയങ്കരമായിട്ടും വലുതാവുമല്ലോ, ഇത്തിരി വലുതായിട്ടേ ഉള്ളൂ. ഇനി കുറേ വലുതാകുമ്പം ചാമ്പങ്ങ ഉണ്ടാവും. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓൺലൈനിലൊക്കെ. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് പച്ചയാണ്, പഴുത്തിട്ടുള്ളത് നല്ല പച്ച. ഇതിൻ്റെ ഈ കാ നിന്നിട്ട് നാരങ്ങാവെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് മധുരം തോന്നും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് നമ്മൾ നേരത്തെ ഇതിലിട്ടാണ്. പിന്നെ ഇത് റംബൂട്ടാനാണ്. ഇത് ബഡാണ്. ഇതിൻ്റെ അകത്ത് റംബൂട്ടാൻ കുറേ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ മംഗോസ്റ്റിനാണ്. ഇതും നല്ല ഓറഞ്ച് പോലെ ഇരിക്കുന്ന സാധനമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് വലുതായിട്ടില്ല, ഇനി ആകണം. കുറച്ച് നാളായി വെച്ചിട്ട് വലുതായിട്ടില്ല, വലുതാകുന്നുള്ളായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് സപ്പോട്ടയാണ്. സപ്പോട്ട കുറേ ഉണ്ടായിട്ടുണ്ട്. ഈ പക്ഷി കൊത്തിക്കൊണ്ട് പോവാണിത്. സപ്പോട്ട ഉണ്ടായത് വലുതായിട്ടില്ല, പക്ഷേ ഉണ്ടായിട്ടുണ്ട്. ഇത് സപ്പോട്ട, ഇതാണ് നമ്മുടെ സപ്പോട്ട. പിന്നെ ഇതും പേരയാണ്, ഒരു അത്യാവശ്യം വലിയ ആത്താണ്. ഇത് നമ്മുടെ നാടനാണ്, നാടൻ പേരയാണ്, അല്ല നാടൻ റംബൂട്ടാൻ. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഒരു മാവുണ്ട്. നമുക്കിനി അടിഭാഗത്തോട്ട് പോവാം. അവിടെ ഇനി കുറച്ച് വേറെ കൃഷികളുണ്ട്. നമുക്കിനി അടിയിലേക്ക് പോവാം. അവിടെ നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഭയങ്കര മഴയാണ് ഇവിടെ. നമുക്ക് അടിയിൽ പോകണമെങ്കിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് പോവാം. അടിയിലോട്ട് നമ്മൾ പോയി. അടിയിലോട്ട് പോകുമ്പം നമ്മൾ കാണുന്നത് നമ്മുടെ പച്ചക്കറി കൃഷികളാണ്. നമുക്ക് കുറേ കൃഷിയുണ്ട്, പച്ചക്കറി കൃഷികളാണ്. പിന്നെ അവിടെ പാവൽ,
പിന്നെ ഇതൊരു മാവാണ്. ഇതൊരു മാവാണ്. വലയായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വല കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ്. ഇത് കപ്പളമാണ്. എൻ്റെ മണ്ട ഇത്തിരി പോയി. ഇത് കരിയാപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ മന്ദാരം. നിങ്ങൾ കണ്ടിട്ടുള്ള മന്ദാരപ്പൂവ്. നമ്മളെ തേക്കാണ്. ഇതൊക്കെ പാവലുമാണ്. അപ്പോൾ മഴ നന്നായിട്ട് അരയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചു. പുതിയൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. നന്ദി.